ശ്രീ സുഭാഷ് ബാബു നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ താങ്കളുടെ ഒരു പോലീസ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പോലും ഇത്തരം ഈ തുടർ വരുന്ന ഈ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന ഒന്നാകും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ പോലീസ് കർണാടകത്തിൽ പോലീസ് ഇതിനകത്ത് എടുക്കുന്ന നിലപാട് അത്യന്തം സംശയകരമാണ്, ദുരൂഹമാണ്. അതിപ്പോഴല്ല, അത് 79-ലെ വേദവല്ലി കേസ് തൊട്ട് ഇങ്ങോട്ട് ഈ അനന്യ ഭട്ടിന്റെ തിരോധാനം അടക്കം നമുക്ക് അറിയുന്ന പേരുകളൊക്കെ പറയാൻ പറ്റുള്ളൂ, എത്രയോ ഉണ്ട്. ഈ മിസ്സിംഗ് കേസുകളടക്കം പോലീസ് എടുക്കുന്ന ആ നിലപാട് അത്യന്തം ദുരൂഹമാണ്. അതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ളത് വലിയ വിഷയമാണ്. സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിമിതിയുണ്ട്. ഒരു വലിയ ഗ്യാങ്ങുകൾ ഇതിന്റെ പിറകിലുണ്ട്, വലിയ മാഫിയ ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ കേസ് മുന്നോട്ട് പോകും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പ് മിസ്സിംഗ് ആയ ആളുകളാണ്, മുമ്പാണ് ഇതിന്റെ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ അദ്ദേഹം വന്ന ഈ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനോവിഷമം കൊണ്ട്, അദ്ദേഹത്തിന്റെ കുറ്റബോധം കൊണ്ട് അദ്ദേഹം ഇതൊക്കെ പുറത്ത് പറയുകയും അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു കിട്ടും. അതിന് നിയമസാധുത വന്നു കഴിഞ്ഞു. പക്ഷെ ഇവിടെയുള്ള പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ കുഴിച്ചിടപ്പെട്ട ഡെഡ് ബോഡികൾ ഏതായാലും ശരി, ആ ഡെഡ് ബോഡി, ആരുടെ ഡെഡ് ബോഡി എവിടെ കുഴിച്ചിട്ടു എന്ന് വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് വിവരം പോലീസ് ശേഖരിച്ചതിന് ശേഷം ഓരോരോ ഡെഡ് ബോഡികൾ ഓരോ സ്ഥലത്തു നിന്നും എക്സിമേറ്റ് ചെയ്യണം. അതിന് RDOയുടെ സാന്നിധ്യത്തിൽ ഇനി അത് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ RDO ഓരോ കേസുകളാക്കിയിട്ട് RDOയുടെ അടുത്ത് കൊടുത്ത് അദ്ദേഹം ഈ കാണിക്കുന്ന ആ സ്ഥലം ഏതെന്ന് വ്യക്തമായി സ്പോട്ട് ചെയ്യുകയും ആ സ്പോട്ട് ചെയ്തെടുത്ത് ആരുടെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വ്യക്തതയുള്ള സ്ഥലങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്ഥലം വളരെ കൃത്യമായിട്ട്, ആ സ്ഥലം മാത്രമായിട്ട് അവിടെ നിന്ന് അത് എക്സിമേറ്റ് ചെയ്ത് അതിനകത്ത് കിട്ടുന്ന വിവരങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുക. അതിനകത്ത് ചിലപ്പം ഈ വസ്ത്രത്തിന്റെ, അതായത് അഴുകിപ്പോകാത്ത, കേടുവരാത്ത വസ്ത്രത്തിന്റെ ഭാഗം ഉണ്ടാവും, ഓർണമെന്റ്സിന്റെ ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് ശരീര ഭാഗത്തുണ്ടാകുന്ന ഏതെങ്കിലും എല്ല്, ഒടിവ്, പല്ല്, ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ അതൊക്കെ ഇനി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് ഈ 10 കൊല്ലം 12 കൊല്ലം ഒക്കെ പഴക്കമുള്ളതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും ഇവിടുന്ന് ലഭിക്കാൻ സാധ്യതയില്ല. അത് വെച്ചിട്ട് ആ സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ട ഇന്ന ബോഡിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അവിടുന്ന് കിട്ടുന്ന പദാർത്ഥങ്ങൾ, വസ്തുതകൾ എന്തെങ്കിലും ഉണ്ട്, ആ വസ്തുത വെച്ച് ഈ ആള് തന്നെയാണ് ഇവിടെ സംസ്കരിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള ദുഷ്കരമായ കാര്യം. അത് വളരെ കൂടുതൽ ശവശരീരം പല സ്ഥലങ്ങളിലായിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിൽ സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പോലീസിനെ സംബന്ധിച്ചുള്ള അവരുടെ ദൗത്യം ഏറ്റെടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പോലീസ് ഇങ്ങനെ അമാന്തിച്ചിരിക്കുന്നത്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റി അവര് തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു. പലർക്കും പല അഭിപ്രായം പറയുന്നുണ്ട്. നിയമപരമായിട്ട് അതിനകത്ത് തടസ്സങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും പോലീസ് അമാന്തിച്ചേക്കുന്നത്. അല്ലെ, സാധാരണഗതിയിൽ പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഈ ബോഡി അടക്കം ചെയ്ത സ്ഥലത്തുനിന്ന് അത് മാന്തിയെടുക്കുക, അത് എക്സിമേറ്റ് ചെയ്തുകൊണ്ട് അത് നടപടിക്രമം എടുത്തതിന് ശേഷം ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അമാന്തിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ചെയ്യണം. എത്ര സ്വാധീനം എന്ന് പറഞ്ഞാലും നടപടിക്രമങ്ങൾ ലാഘവത്തോടുകൂടി പോലീസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ലോ. പിന്നെ പ്രതിയേക്ക് വരുന്ന അവസരത്തില് സ്വാധീനങ്ങളൊക്കെ വരും. പക്ഷെ ഇപ്പൊ ആളെ എടുക്കുന്നതിനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒന്നും അവർക്ക് തടസ്സമുണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് അവർക്കറിയില്ല ആരുടെയാണ് ഇപ്പോൾ എടുക്കാൻ പോണേ, ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമല്ലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ. പക്ഷെ ഇതിനകത്ത് വ്യക്തമായ ചില ആളുകളെ സംബന്ധിച്ച് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ത്രീ അല്ലെ ഇന്ന വ്യക്തികള്, അതായത് ഒരു സ്ഥലം വെക്കാത്തതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവിനെയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കേസുണ്ട്. പിന്നെ ആ പ്രദേശത്തുള്ള ചില പെൺകുട്ടികളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവരുടെ ശവശരീരം ഐഡന്റിഫൈ ചെയ്ത ശവശരീരങ്ങൾ ഉണ്ടാവും ചിലത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളെ മാത്രം ചെയ്തിട്ട് പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തെളിവ് ശേഖരിക്കുക. അല്ലെ മൊത്തത്തിൽ ഇതെല്ലാം പോലീസ് ഈ സാക്ഷിക്ക് വളരെ നിർണായകമായിട്ടുള്ള മൊഴികൾ നടന്ന സാക്ഷിക്ക് പോലീസ് സുരക്ഷ ഏത് തരത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനാഫ് അടക്കം പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞെട്ടൽ വരുന്നത്. അങ്ങനെ ഒരു വീഴ്ച, പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിട്ടും അങ്ങനെ ഒരു വീഴ്ചയിലേക്ക് പോയാൽ എന്താണ് ആക്ഷൻ കൗൺസിൽ അടക്കം എന്താണ് ചെയ്യാൻ കഴിയുക? ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിയമപരമായിട്ട് ബാധ്യതയുണ്ട് പോലീസ്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ BNSSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സുപ്രീം കോടതി തന്നെ പല ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട്. അത് പോലീസിന്റെ ബാധ്യതയാണ്, നിയമപരമായിട്ട് അവർ ചെയ്തു കൊടുക്കണം. അപ്പൊ അതിന് ചെയ്യുന്നതിന് പോലീസ് മുടന്തന്യായം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കോടതിയുടെ നിർദ്ദേശമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കേസിൽ നിർണായകമായ തെളിവുകൾ കൊടുത്ത് അദ്ദേഹത്തിന് അപകടം വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം പോലീസിലാണ്, അന്വേഷണ ഏജൻസിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്ത് കൊണ്ട് താമസിപ്പിക്കുക, അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാം താമസിപ്പിക്കുക, അദ്ദേഹത്തിന്
മെയിൻ്റനൻസ്, അദ്ദേഹത്തിന് വേണ്ട എല്ലാ ചെലവുകളും കൊടുത്തു ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് അത് ചുട്ടാന്തിയോട് ചെയ്യേണ്ട. അത് വീഴ്ച വരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയുള്ള വീഴ്ചകളൊന്നും വലുതായിട്ട് വരുത്താൻ പറ്റില്ല, കാരണം ജനങ്ങൾ അതിനെ വിടില്ല. പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഇനി അന്വേഷണം അങ്ങോട്ട് പോകുന്ന, ഞാൻ തിരികെ എത്താം ശ്രീ സുഭാഷ് ബാബു. ഒരിക്കൽ കൂടി